എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ ഈ ദിവസങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ സ്നേഹം മറ്റുള്ളവർ കാണട്ടെ. ഈ ദിവസങ്ങളിൽ അതിനായി നമുക്ക് ഒരുങ്ങാം. മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി മാറാം. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണട്ടെ. ഈ ദിവസങ്ങളിൽ അതിനായി നമുക്ക് പരിശ്രമിക്കാം. എനിക്ക് സമയമില്ല, മറ്റു പല മീറ്റിംഗിലേക്ക് കടന്നു പോകേണ്ടത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. നമ്മുടെ കർത്താവ് വരാറായി. നമുക്ക് ഒരുങ്ങാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എടാ മോനെ തോമ്മിയെ, പെട്ടെന്ന് കാറെടുക്ക. നമുക്ക് തിരുവനന്തപുരത്ത് എത്തണം. അടുത്ത മീറ്റിംഗ് തിരുവനന്തപുരത്താണ്, വൈകിട്ടെത്തണം. അച്ഛാ, കവർ കിട്ടിയോ? പോകുന്ന വഴിക്ക് വിശക്കുന്നു. നമുക്ക് എലൈറ്റിൽ കയറാവിടാ. എലൈറ്റിൽ നല്ല ഫുഡ് കിട്ടും. അവിടുന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം. ആ, ഞാൻ കാറിലെത്തോട്ട് വരാം. പെട്ടെന്ന് കാറിലെത്തോട്ട് വരാം. ഓക്കെ ഓക്കെ അച്ഛാ, ഓക്കെ. സാറേ സാറേ സാറേ, വിശന്നിട്ട് വയ്യ സാറേ. 3-4 ദിവസമായി സാറേ വല്ലതും കഴിച്ചിട്ട്. സാറേ സാറേ, ഇട്ടിട്ട് പോകല്ലേ സാറേ. സാറേ, എന്തെങ്കിലും ഒന്ന് തരണേ. എന്തോ ചെയ്യും? ഈ മനുഷ്യരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായല്ലോ. എനിക്ക് തിരുവനന്തപുരത്ത് എത്തേണ്ടതാണ്. ഇങ്ങനെ മനുഷ്യരെ ശല്യപ്പെടുത്തിയാൽ എന്ത് ചെയ്യും? തോമ്മിയെ, എന്തോ പെട്ടെന്ന് വാടാ. എന്തുവാ ഇത്? പ്രസംഗിച്ച് തൊണ്ടേന്ന് വയ്യ. പെട്ടെന്ന് വാ. നമുക്ക് തിരുവനന്തപുരത്ത് എത്തണം. വഴി തടയാൻ കുറെ എണ്ണം വഴി നിൽക്കും. എന്തോ ചെയ്യുമെന്ന് പറ. പെട്ടെന്ന് വാ. അയ്യോ, ആ അപ്പച്ചൻ എന്തു പറ്റി? അപ്പച്ചൻ എന്താ വേച്ച് വീഴാൻ പോവുകയാണോ? എന്തുവാടാ തൊമ്പി? എന്തുവാ വിഷയം? ആ പാസ്റ്റർ ഒന്ന് നോക്കിക്കേ. ആ അപ്പച്ചൻ വേച്ച് വീഴുന്നല്ലോ. അപ്പച്ചാ എന്തു പറ്റി? എന്താ കാര്യം? എടാ തൊമ്പി, നീ വണ്ടി എടുക്ക് പെട്ടെന്ന്. നമുക്ക് തിരുവനന്തപുരത്ത് എത്തേണ്ടതാണ്. അപ്പച്ച, എന്തു പറ്റി? എനിക്ക് നടക്കാൻ വയ്യ മോനെ. എന്റെ വീടൊരു 3 ഫർലോങ് അപ്പുറേ. എന്നെ ഒന്ന് അങ്ങോട്ടാക്കാമോ? എനിക്ക് കണ്ണിന് കാഴ്ച കുറവാ മോനെ. നമുക്ക് സമയമില്ല. നമുക്ക് തിരുവനന്തപുരത്ത് എത്തണം. പെട്ടെന്ന് പോ. നീ കാറെടുത്തോണ്ട് വാ. ഇവിടെ സമയം കളയാനില്ല. വഴിയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇത്. നമുക്ക് സമയത്തെത്തണം. ബസ് പോയോ ആവോ? ദൈവമേ, ഒത്തിരി ലേറ്റായി. തിരുവനന്തപുരത്ത് എത്തേണ്ടതാണ്. ഓടിച്ചെല്ലാം. ചിലപ്പോൾ ബസ് കിട്ടിയേക്കും. സാറേ, വിശന്നിട്ട് വയ്യ സാറേ. എന്തെങ്കിലും ഒന്ന് തരണേ. മുമ്പേ പോയ സാറുമാരൊന്നും തന്നില്ല. വിശന്നിരിക്കുക സാറേ. എന്തെങ്കിലും തരണേ. അതിനെന്താ, ഭാരപ്പെടണ്ട. ഈ പൈസ കൈ വെച്ചാട്ടെ. പോയി എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കൂ. അയ്യോ, ആ അപ്പച്ചൻ എന്താണ് അവിടെ കിടക്കുന്നത്? അപ്പച്ച എന്തു പറ്റി? അപ്പച്ചൻ എന്താ ഇവിടെ കിടക്കുന്നത്? അയ്യോ മോനെ, എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കും. എനിക്കിവിടുത്തെ ഒരു 2 ഫർലോങ് ദൂരം യാത്ര ചെയ്താൽ മതി. എന്നെ ഒന്ന് അറ്ററ്റം വരെ എത്തിക്കാമോ മോനെ? അതിനെന്താ അപ്പച്ച, ഞാൻ കൊണ്ടുപോകാം. ഞാനിപ്പോൾ ബസ്സിൽ അപ്പച്ചനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പച്ചൻ ധൈര്യമായിട്ടിരിക്കെ. മോനെ, നന്ദി മോനെ.
ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കാറിപ്പോയ പാസ്റ്ററും തൊമ്മിയും ബസ്സിൽ വന്ന വിശ്വാസിയും തിരുവനന്തപുരത്തെത്തി. പിന്നീടുള്ളത് കാണുക. പാസ്റ്റർ, ആരാധന തുടങ്ങി. വർഷിപ്പ് കേൾക്കുന്ന ശബ്ദം കേട്ടില്ലേ? ആരാധന തുടങ്ങി. എന്റെ തൊമ്മിയെ, ഇത് പെട്ടെന്നാട്ടും. അതുകൊണ്ട് നമ്മുടെ ആരാ വരുന്നത് നോക്കിക്കേ. വറിയിച്ചാരല്ലേ വരുന്നത്? ഈ വറിയിച്ചാരെങ്ങനെ ബസ്സിലെങ്കിലും എത്തി? വറിയിച്ചായോ എങ്ങനെയാ ഇങ്ങ് എത്തിയത്? സൂപ്പർ ഫാസ്റ്റ് കിട്ടി. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് വരാൻ പറ്റി. അത് പെട്ടെന്ന് വാ, മീറ്റിംഗ് തുടങ്ങി. വാ, ഓടി വാ. നിങ്ങൾക്ക് സമാധാനം. ഇതാരാ പാസ്റ്റർജി? ഇതാരാ? ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അല്ലേ? കർത്താവേ, ഞങ്ങൾ ആരാധിക്കാൻ പോവുകയാണ്. കർത്താവ് വരുന്നോ? എവിടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്? ഞാൻ വെളിയിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടി അത്താഴം കഴിക്കും. കർത്താവേ, വാ, നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. വന്നാട്ടെ. ഞാൻ നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നു. നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം തന്നില്ല. എപ്പോ കർത്താവ് വന്നു? കർത്താവ് എപ്പോ വന്നു? കർത്താവ് എന്റെ അടുക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ ഇലക്ട്രിക് കയറ്റി കർത്താവ് ഒരു നല്ല ഫുഡ് മേടിച്ചു തരത്തില്ലായിരുന്നു. കർത്താവ് എന്റെ അടുക്ക് വന്നിട്ടില്ല. കർത്താവ് വന്നിട്ടില്ല. ഞാൻ വീഴാൻ തുടങ്ങി. നിങ്ങൾ എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ചില്ല. എപ്പം സംഭവിച്ചു അതൊക്കെ? ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല കർത്താവിനെ. ഞാൻ കർത്താവിനെ കണ്ടിരിക്കുന്നത് കാൽവറി ക്രൂശിലാണ്. ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല കർത്താവിനെ. എന്തുവാ കർത്താവ് ഇങ്ങനെയൊക്കെ പറയാം? എടാ തൊമ്മിയെ, നീ കണ്ടോ കർത്താവിനെ ഇങ്ങനെ കാണും വഴിയും? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിനെ നമ്മുടെ AC കാറിൽ കയറ്റിക്കൊണ്ട് വരത്തില്ലായിരുന്നോ? ഞാനൊന്നും കണ്ടില്ല. ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല കർത്താവെ. എന്നാൽ ഈ മനുഷ്യൻ എനിക്ക് വിശന്നു, എനിക്ക് ആഹാരം നൽകി തന്നു. ഈ മനുഷ്യൻ ഞാൻ വീഴാൻ തുടങ്ങിയപ്പോൾ എന്നെ താങ്ങിയെടുത്തു. ഞാൻ എത്തേണ്ട സ്ഥലത്ത് എന്നെ എത്തിച്ചു. ഈ പറയിച്ചനോ? അവൻ സൂപ്പർ ഫാസ്റ്റ് ബസ് കയറി ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇവൻ എപ്പോഴാണ് ഇതൊക്കെ ചെയ്തേ? അതെ, നിങ്ങളോട് കൈനീട്ടിയ അതേ മനുഷ്യൻ ഈ വറയിച്ചാന്റെ മുന്നിലും കൈനീട്ടി. ആ എളിയവനുള്ള ആഹാരം ഈ മനുഷ്യൻ കൊടുത്തു. നിങ്ങളുടെ കൈനീട്ടിയ ആ പ്രായമുള്ള വൃദ്ധനായ മനുഷ്യൻ ഇതേപോലെ ഈ വർഗീച്ചന്റെ മുന്നിലും കൈനീട്ടി. അദ്ദേഹം താങ്ങി എഴുന്നേൽപ്പിച്ച് അദ്ദേഹം കയറിയ ബസ്സിൽ കയറ്റി ഇറങ്ങേണ്ട സ്ഥലത്തെത്തിച്ചു. പക്ഷെ നിങ്ങളോ ഇതൊന്നും ചെയ്തില്ല. ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും എനിക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഒരു എളിയവനോട് നിങ്ങൾ ദയ കാണിക്കുന്നെങ്കിൽ അത് എനിക്ക് വേണ്ടിയാണ്. ഒരു എളിയവനായ വ്യക്തിക്ക് നിങ്ങൾ ആഹാരം കൊടുക്കുന്നെങ്കിൽ അത് എനിക്ക് നൽകി തരുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. എന്തിനാണ് ഈ പ്രഹസനങ്ങൾ? എന്തിനാണ് ഈ നാടകങ്ങൾ? എൻ്റെ പാദപീഠത്തിൽ മുട്ടുമടക്കുക. ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ
അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ അടിയനിതാ